ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 28-ാം വാക്യം. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ പ്രസിഡൻ്റായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ദാമ്പത്യ ജീവിതം സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഒരു മഹത്തായ മാതൃകയായി കണക്കാക്കിയിരുന്നു. തൻ്റെ പത്നിയോടുള്ള ചർച്ചിലിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ കളിയാക്കുന്നവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: പാർലമെൻറ്റ് സഭയിൽ അദ്ദേഹം പ്രസംഗിക്കണമെങ്കിൽ തൻ്റെ പത്നിയുടെ ഒരു സിഗ്നൽ ലഭിക്കണമായിരുന്നു എന്ന്. അത്രമാത്രം അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇങ്ങനെ ചോദിച്ചു: ഇനിയും താങ്കൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ എന്തായി തീരണമെന്നാണ് താങ്കളുടെ ആഗ്രഹം? അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു: മിസസ് ചർച്ചിലിൻ്റെ അടുത്ത ഹസ്ബൻഡാകണം. വളരെ ആരോഗ്യകരമായ ഒരു ദാമ്പത്യ ബന്ധമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. പല ദമ്പതികളും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവരാണ്. ഇക്കാലത്ത് അനേകർ പങ്കാളിയെ ഡിവോഴ്സ് ചെയ്ത് വേറെ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരാണ്. ചിലർ ഡിവോഴ്സ് ആയില്ലെങ്കിലും പരസ്പരം ബന്ധമില്ലാതെയും കഴിയുന്നുണ്ട്. ഈ ജീവിതത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജീവിത പങ്കാളി തന്നെ മതി എന്ന് പറയുന്നവർ എത്ര വിരളമായിരിക്കും. ഇവിടെ ചർച്ചിലിനോടുള്ള ചോദ്യം ഇനിയും ഒരു ജീവിതമുണ്ടെങ്കിൽ എന്താകണം എന്നുള്ള ആഗ്രഹം അത്രേ. വീണ്ടും പ്രസിഡൻ്റ് ആകുന്നതോ മറ്റേതെങ്കിലും ഉന്നത സ്ഥാനത്ത് എത്തുന്നതോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലില്ല. പകരം ഇപ്പോഴത്തെ തൻ്റെ ഭാര്യയുടെ ഭർത്താവായി അടുത്ത ജീവിതത്തിലും ജീവിക്കുക എന്നതാണ് ഏക താല്പര്യം. വേർപിരിയുവാൻ പാടില്ലാത്ത വിധം ഒന്നായി തീർന്ന ഒരനുഭവമാണ് ഇവിടെ നാം കാണുന്നത്. അതാണ് യഥാർത്ഥ ദാമ്പത്യ ജീവിതം. ഇന്ന് അനേക കുടുംബ ബന്ധങ്ങളും ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്നത് വേദനാജനകമാണ്. ദൈവസ്നേഹത്തിൻ്റെ അഭാവമാണ് ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം. സ്നേഹം തെറ്റുകളെ ക്ഷമിക്കാനും തെറ്റ് ചെയ്യാത്തവരെ പോലെ അവരെ അംഗീകരിപ്പാനും കരുതുവാനും ശുശ്രൂഷിക്കുവാനും പ്രാപ്തമാക്കുന്നതാണ്. ഇതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ല എന്നല്ല. തെറ്റുകളിൽ ജീവിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ബോധപൂർവമായ പരിശ്രമം ഉണ്ടാവണം. എന്നാൽ സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. അപ്പോൾ മാത്രമേ ബന്ധങ്ങൾ ഊഷ്മളമാവുകയുള്ളൂ. ജീവിത പങ്കാളിയെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഏവർക്കും കഴിയണം. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം മഹത്വപൂർണ്ണമാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം. അന്യോന്യം സ്നേഹത്തിലായിരിക്കാൻ തക്കവണ്ണം കരുതുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.